മുന്തിരിക്കായോടുകൂടി മുന്തിരി തൈകൾ നിറയെ മുന്തിരിക്കായോടുകൂടി 2 എണ്ണം 99 രൂപയ്ക്ക് നിറയെ ഫ്ലവർ നിറഞ്ഞു നിൽക്കുന്ന അമ്പഴങ്ങ തൈ. മധുരാമ്പഴാണ്, സീറ്റമ്പഴം. ഒരൊറ്റ എണ്ണത്തിൽ പോലും ഫ്ലവർ ഇല്ലാത്തതല്ല, നിറയെ ഫ്ലവറാണ്. നിറയെ കായോട് കൂടിയുള്ള പേര നല്ല മൂത്ത് വിളഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒന്ന് ആർക്കാഗ്രനാണ്, ഇത് തായ്പിങ്ക് പേരയാണ്. തായ്പിങ്ക് പേരയിലും കണ്ടല്ലോ നിറയെ കായാണ്, നിറഞ്ഞ ഫ്ലവറോട് കൂടി. ലോങ്ങന്റെ തൈയാണ് ഇത്, വൈറ്റ് ലോങ്ങനാണ്. നിറയെ ഫ്ലവറാണ്. അപ്പൊ ഈ കാണുന്ന സീഡ്ലെസ് ലെമൺ നിറയെ കായാണ്. എത്ര കണ്ട് കായെന്ന് കണ്ടോ? കൊലയായിട്ട് കായോട് കൂടിയുള്ള സീഡ്ലെസ് ലെമൺ. നിറയെ മാങ്ങയോട് കൂടിയുള്ള നാംഡോക്മായി കണ്ടോ, നിറയെ കായ പിടിച്ചിട്ടുണ്ട്. ഡ്രമ്മിലാണ്, നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റ്. അങ്ങോട്ട് നോക്കി, അതിലൊക്കെ ആ ഭാഗത്തൊക്കെ നമുക്ക് ഉണ്ട്. നിറയെ കായോട് കൂടിയുള്ള ഓറഞ്ച് കണ്ടോ, എത്രയുണ്ട് ഓറഞ്ച് കണ്ടോ, നിറയെ കായ. സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് നിറയെ ഫ്ലവറും കായോട് കൂടിയുള്ള സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട്. മാർക്കറ്റ് ലെമൺ നിറയെ കായോട് കൂടിയുള്ള മാർക്കറ്റ് ലെമൺ ആണ്. നമ്മൾ സാധാരണ ചെറുനാരങ്ങ എന്നൊക്കെ പറയുന്ന ഐറ്റാണ് മാർക്കറ്റ് ലെമൺ. ചക്കയോടുള്ള വിയറ്റ്നാം സൂപ്പർ ലീഫ് പ്ലാവുകൾ, നിറയെ ചക്ക എല്ലാത്തിലും ഉണ്ട്. നിറയെ കായോട് കൂടിയുള്ള സപ്പോർട്ടാണ് ഇത്, ക്രിക്കറ്റ് ബാൾ സപ്പോർട്ടാണ്. നിറയെ കായ എന്ന് വെച്ചാൽ മുഴുവൻ കൊമ്പുകളിലും സപ്പോർട്ടാണ്. സപ്പോർട്ടൊക്കെ 4ഉം 5ഉം ഒക്കെ ഉണ്ട് ഒരു കൊലയിൽ തന്നെ. ഈ കാണുന്ന പുളിലൂവിയാണ് കണ്ടോ, കൊമ്പും ശിഖരം ഒന്നും കാണാൻ വയ്യാതെ നിറയെ പുളിലൂവി കായോട് കൂടി നിൽക്കുന്നതാണ്. ഇത് പുളിയാണ്, പുളിലൂവിയാണ്. വില കുറവാണ്, 50 റുപ്യ 60 റുപ്യൊക്കെ ഉള്ളൂ തൈക്ക്. കായോട് കൂടിയുള്ള അവിയു കാണുന്നുണ്ടോ, നിറയെ ഫ്ലവർ വന്നിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് പ്ലമാണ്. നിറയെ ഫ്ലവർ എന്ന് വെച്ചാൽ കണ്ടമാനം ഫ്ലവറും. ഇതിൽ കായൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളിത് കഴിച്ചതാണ്. ഒരെണ്ണത്തിൽ പോലും ഫ്ലവർ ഇല്ലാത്തല്ല, അത്രയും നിറയെ കണ്ട് ഫ്ലവറുള്ള തായ്ലാൻഡ് ഓൾസോ മാവാണ്. നിറയെ കായും ഫ്ലവറും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ബേറാപ്പിള്. അപ്പൊ അത് യുവകർഷക അഗ്രികൾച്ചർ ഫാമിന്റെ മിനി സബാണ്. മിനി സബ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ എളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എളങ്കൂർ എന്ന് പറയുന്നത് വണ്ടൂർ എളങ്കൂർ റോഡില്, എളങ്കൂർ എത്തുന്നതിന് മുമ്പ് 1/2 കിലോമീറ്റർ മുന്നിൽ ഉപ്പുണിയിലാണ്. അതായത് വണ്ടൂർ എളങ്കൂർ റോഡിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതുപോലെ 101 മിനി സബുകൾ നമ്മൾ കേരളത്തിൽ ഒട്ടാകെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സബും ബ്രാഞ്ചും പോലെയല്ല മിനി സബ്. മിനി സബ് ഏറ്റവും ചെറിയ ഒരു നഴ്സറി രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മിനി സബ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 3-3.5 ലക്ഷം രൂപ ചെലവ് വരുന്നതാണ്. നമ്മൾ ഒന്നാമത്തെ മിനി സബാണിത്. നമ്മൾ ഇതുപോലെ 101 മിനി സബുകൾ കേരളത്തിൽ എവിടെയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആവശ്യക്കാർ അല്ലെങ്കിൽ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഇതുപോലെ തന്നെ വന്ന് ചെയ്ത് റെഡിയാക്കി പൂർണ്ണ പിന്തുണയോടുകൂടിയും അതുപോലെ തന്നെ വിപണനത്തിനും എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നല്ല ഹെൽത്തി പ്ലാന്റുകളും ക്വാളിറ്റിയുള്ള പ്ലാന്റുകളും വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നാംഡോക്മായാണ്, വലിയ ഹെൽത്തി പ്ലാന്റുകൾ. എത്ര ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര നല്ല വലുപ്പമുള്ള ഗ്രോത്തുള്ള ഐറ്റംസുകളാണ് നാംഡോക്മായി. ഇവിടുന്ന് ഒന്നോ രണ്ടോ ഒന്നുമല്ല, ഈ കാണുന്നതൊക്കെ ഫുള്ള് നാംഡോക്മായാണ്. ഈ കാണുന്ന വലിപ്പത്തിനുള്ള മുഴുവൻ തൈകളും നാംഡോക്മായാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വലിയ പ്ലാന്റ് ആർക്കാക്കിരൺ പേര, നല്ല ഹെൽത്തി പ്ലാന്റ്, നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ആർക്കാക്കിരൺ പേരയിൽ നമുക്ക് 1-2 കായൊക്കെ ഉണ്ട്. ഈ കാണുന്ന നമുക്ക് ബേറാപ്പിളാണ്. ബേറാപ്പിൾ ഗ്രീൻ ആണ്. ഈ ബേറാപ്പിൾ ഗ്രീനിൽ നിറയെ കായാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും കായാണ്. ആ രീതിക്കാണ് അതിന്റെ കായും ഫ്ലവറും നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് ഓറഞ്ചാണ്. ഇത് നമ്മളെ നാഗ്പൂർ ഓറഞ്ചാണ്. നാഗ്പൂർ ഓറഞ്ച് നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റ്, ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റംബൂട്ടാനും വലിയ ഹെൽത്തി പ്ലാന്റുകൾ, നമുക്ക് നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾ 21 കവറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ കണ്ടോ അബിയു, ഏകദേശം 1-2 ഇതിൽ കായൊക്കെ ഉണ്ട്. അത്രയും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന മൾബറിയാണ് കണ്ടോ, എത്ര കണ്ട് കായെന്ന് കണ്ടോ, നിറയെ കായാണ്. മൾബറി സാധാ മൾബറിയാണ്, നോർമൽ മൾബറിയാണ്. കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ കായ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന മൾബറിയാണ്. ഇനി നമ്മുടെ ക്രിംസൺ റെഡ് എന്നൊക്കെ പറഞ്ഞ ജപ്പാൻ പേരയാണ്. ജപ്പാൻ പേരയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്, ഗ്രോത്ത് ഉള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇവിടെ അവൈലബിൾ ആണ്. വീണ്ടും സ്ഥലം ഒന്നും കൂടി പറയാണ്, നമ്മളെ എളങ്കൂറാണ്. എളങ്കൂർ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എളങ്കൂർ റോഡിൽ എളങ്കൂർ എത്തുന്നതിന് 1/2 കിലോമീറ്റർ മുമ്പാണ് ഉപ്പുണിയിൽ എന്ന് പറയുന്ന സ്ഥലം. ശ്രീനഗരം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ സ്ഥലം. മാവിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ 45 രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ്. 45 രൂപയ്ക്ക് അമരവാളി, ലങ്കറ, സുവർണരേഖ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് 45 രൂപയാണ്. അതുപോലെ തന്നെ ചെറിയ പ്ലാവും തൈകൾ നമുക്ക് 45 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അത് ആവശ്യക്കാർ കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യപ്പെട്ടാലാണ് നമ്മൾ എത്തിച്ചേരുക. അതുപോലെ തന്നെ നമുക്ക് പേര ഐറ്റംസുകൾ അതൊക്കെ 45 രൂപയേ ഉള്ളൂ. അതുപോലെ തന്നെ സപ്പോർട്ട് ഐറ്റംസുകൾ 60 രൂപയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട്. എല്ലാത്തിൻ്റെയും വില നമ്മൾ പബ്ലിഷ് ചെയ്യാറില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ നമ്മളെ ഹോൾസെയിൽ ബിസിനസ്സാണ്. യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമാണിത്. അപ്പം നിലവിൽ മറ്റ് ചെറുകിട കച്ചവടക്കാരെ കൂടുതൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ വിലകൾ പറയാൻ ഒഴിവാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്.
കാരണം നമ്മൾ വില പറയുമ്പോൾ നമ്മൾ വളരെ താഴ്ന്നുള്ള വിലയായിരിക്കും പറയുക. അപ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ വില പറയാതിരിക്കുന്നത്. മാവിന്റെ എത്ര വെറൈറ്റീസ് നമ്മുടെ മാവിന്റെ ഏകദേശം ഒരു 10, 40, 50 വെറൈറ്റിയോളം നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര പറഞ്ഞു? സ്റ്റാർട്ടിംഗ് റേറ്റ് 45 രൂപ മുതലുണ്ട്. അതുപോലെ തന്നെ 5000, 10000 ഒക്കെ വിലയുള്ള മാവും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് വലിയ ഡ്രമ്മിൽ നിറയെ കായോട് കൂടിയിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള വലിയ വലിയ മാവുകൾ നമ്മുടെ അവൈലബിൾ ആണ്. വില കുറവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാം ചീപ്പ് റേറ്റിന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ആരും വന്നിട്ട് കാര്യമില്ല. കാരണം വിലയുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. അതിന് ക്വാളിറ്റി ഉള്ളതിന് ക്വാളിറ്റിയുടെ അതിൻ്റെ അനുസരിച്ചുള്ള വിലയും, ക്വാളിറ്റി ഇല്ലാത്തതിന് ക്വാളിറ്റി ഇല്ലാത്തതിന്റെ വിലയും ഉണ്ടാവും. അപ്പൊ ഈ കാണുന്നതൊക്കെ നമുക്ക് മുന്തിരി തൈകളാണ്. നമുക്ക് നിറയെ കായോട് കൂടിയുള്ള മുന്തിരി തൈകൾ 2 എണ്ണം 99 രൂപയ്ക്കാണ്. നമുക്ക് എല്ലാ ബ്രാഞ്ചുകളിലും യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിന്റെ തിരുവനന്തപുരം മുതലുള്ള എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ബ്രാഞ്ചുകളിലും 2 എണ്ണം 99 രൂപയ്ക്ക് തൈകൾ എല്ലായിടത്തും ലഭ്യമാണ്. ഈ കാണുന്ന അമ്പഴങ്ങയാണ്. അമ്പഴങ്ങ നിറയെ ഫ്ലവർ ആണ്. ഒരെണ്ണത്തിൽ പോലും ഫ്ലവർ ഇല്ലാത്തില്ല. അത്രയും നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അതും നല്ല ഗ്രോത്ത് ആണ് കേട്ടോ. ഒരു പ്ലാന്റിന്റെ ഒക്കെ ഒരു ഇത് കണ്ടോ, ഇവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്ര നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാത്തിലും ഫ്ലവർ ഉണ്ടല്ലോ അല്ലേ? ഫുള്ള് ഫ്ലവറാ. കാണുന്ന കൗന്തൈ, മോഹിത്നാർ, ഇന്റർസിമംഗള ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറ്റ്യാടി തെങ്ങ് തൈയിൽ ഇപ്പം ഭയങ്കരമായിട്ട് ഷോർട്ടുള്ള ഒരു ടൈമാണ് തെങ്ങ് തൈ എന്ന് പറഞ്ഞാൽ. തേങ്ങയ്ക്ക് വില കൂടിയതുകൊണ്ട് തെങ്ങ് തൈ കിട്ടാനില്ല. ഇപ്പം ഞങ്ങളിത് 150 രൂപയ്ക്കും 130 രൂപയ്ക്കും വരെ നമ്മൾ തൈകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം തൈകൾ കിട്ടാനില്ലാത്തതുകൊണ്ടും അതിന്റെ അഭാവം മൂലവും തേങ്ങയ്ക്ക് വില കൂടിയപ്പോൾ തൈക്ക് അതിനനുസരിച്ച് കിട്ടുന്ന ഭാഗത്തു നിന്നുള്ള വിലയും കൂടിയിട്ടുണ്ട്. ഈ കാണുന്ന വിയറ്റ്നാം സൂപ്പർ പ്ലാവ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ എല്ലാം ഏകദേശം ചക്ക ആവാനായിട്ടുള്ള പരുവത്തിനായിട്ട് നിൽക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് വെറും 850 രൂപയേ ഉള്ളൂ. നല്ല ഗ്രോത്ത് ഉള്ള തൈകൾ 850 രൂപ. ഈ കാണുന്ന ശങ്കരയാണ്, ശങ്കര പ്ലാവാണ്. ശങ്കര പ്ലാവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു കർഷകനിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു ഐറ്റം ആണ് ഈ ശങ്കര പ്ലാവ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല 2017 ആ കാലഘട്ടത്തിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഇപ്പോഴാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ട് എത്തി തുടങ്ങിയത്. ലഭ്യമായിരുന്നു, പക്ഷെ അത്രയും കാര്യക്ഷമമായിട്ടൊരു ലഭ്യത ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നിലവിൽ വന്നു തുടങ്ങിയത്. നല്ല റെഡ് കളറും നല്ല ടേസ്റ്റിയും നല്ല സൂപ്പർ ചക്കയാണ്. ഏത് മഴ വെള്ളക്കെട്ടിലും നല്ല രീതിയിൽ വേര് ചീച്ചിലില്ലാതെ നിൽക്കുന്ന ഒരു പ്ലാവ് ഐറ്റംസ് ആണ് ഈ പറയുന്ന ശങ്കര ഐറ്റം. എത്ര വർഷം എടുക്കും ഇപ്പൊ നമുക്ക്? 3 കൊല്ലം എന്തായാലും എടുക്കും, മസ്റ്റ് ആണ്. ഈ കാണുന്നത് സിദ്ധു ആണ്. സിദ്ധുവും അതുപോലെ തന്നെ കർണാടക സർക്കാരിന്റെ തന്നെ അണ്ടറിൽ വരുന്ന ഒരു കർഷകനിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അതും റെഡ് കളറാണ്. ഒന്നും കൂടി മെച്ചം ശങ്കര ആണെങ്കിൽ പോലും സിദ്ധുവും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്ലാവ് തന്നെയാണ്. ഇതും ചക്ക എടുക്കാൻ സമയമോ? ചക്ക 3 കൊല്ലം എടുക്കും. പ്ലാവ് ബഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാവ് നമ്മൾ ഏകദേശം ഒരു 3 കൊല്ലം പ്രതീക്ഷിക്കണം. ചിലത് 4ഉം 5ഉം കൊല്ലം ആയിക്കൂടാന്നൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ചില മണ്ണിന്റെയും കാര്യങ്ങളുടെയും ഘടന വ്യത്യാസവും നമ്മൾ കൊണ്ടുപോയിട്ടുള്ള പരിപാലന രീതിയും മാറുന്നതിനനുസരിച്ചിട്ടും അതിന്റെ കായ്ഫലത്തിനുള്ള കാലതാമസം എടുക്കും. ചില പ്ലാവുകൾ നല്ല രീതിയിൽ ഒരു അത്രയും ക്ലിയർ ആയിട്ട് നോക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏകദേശം 2 കൊല്ലം 2.5 കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചും തുടങ്ങും. ഇത് കമ്പോഡിയൻ ചാക്കാണ്. കമ്പോഡിയൻ ചാക്ക് ഇതുപോലെ 2-2.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കായ്ച്ച് തീർത്തും 100% പറയത്തക്ക രീതിയിൽ നമുക്ക് അനുഭവമൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ്. ചക്ക നല്ല സൂപ്പർ ചക്കയാണ്. കഴിച്ചവർ പറഞ്ഞ് അറിവുള്ളതാണ്. ഗംഗാ ബോണ്ട നിറയെ നമ്മുടെ ഫാമില്, വണ്ടൂര് ഫാമില് തേങ്ങയോടുകൂടി നിൽക്കുന്ന, നമുക്ക് അരയ്ക്കാനും എല്ലാത്തിനും യോജിച്ച ഒരു ഐറ്റം ഗംഗാ ബോണ്ടം. ചെമ്പഞ്ചില്ലി കൊമ്പഞ്ചില്ലിയുടെ ഒക്കെ ആക്രമണം ഉണ്ട്. പുഴുക്കുത്ത് മറ്റു കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 100% പരിപാലിച്ച് വളർത്താൻ കഴിവുള്ളവർ മാത്രം കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. അത്രയും നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ 100% നല്ലൊരു തെങ്ങാണ് ഗംഗാബോണ്ടം തെങ്ങ്. ഞങ്ങളെ ഫാമിൽ നേരിട്ട് വന്ന് കാഴ്ച നിൽക്കുന്നത് കാണാം. നേരിട്ട് വരികയാണെങ്കിൽ ഒരു തേങ്ങ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കരിക്ക് വേണമെങ്കിൽ വെട്ടി കുടിച്ചിട്ടും പോവാം. ഈ കാണുന്ന ഓറഞ്ചാണ്. ഈ ഓറഞ്ച് 2-3 പ്രാവശ്യം ഇവിടെ കായ് ഉണ്ടായാൽ മാത്രമേ ഇത് യഥാർത്ഥ മധുരമായിട്ടൊക്കെ വരുള്ളൂ. നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഹെൽത്തി പ്ലാന്റ്. ഇത് നിങ്ങൾ ഓറഞ്ച് പെരും മധുരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആരും കൊണ്ടുവയ്ക്കാൻ നിൽക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു ഓർണമെന്റ് പ്ലാന്റ് ആയിട്ട് കൊണ്ടുവയ്ക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ, ഇതിനൊക്കെ നല്ല വിലയുണ്ട്. പുറത്തുനിന്ന് പറഞ്ഞ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ്. ഇമ്പോർട്ട് മീൻസ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ തൈകൾ നല്ല വലുപ്പം വരും, അത്യാവശ്യം കുഴപ്പമില്ലാതെ വരും. ചിലത് കഴിച്ചു നോക്കിയാൽ ഇതിൻ്റെ അകത്ത് വെള്ളം പോലെയാണ്, എന്നാൽ ചിലത് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റിയുമാണ്. അതുകൊണ്ട് ഒരു കാരണത്തിലും ഉറപ്പ് പറഞ്ഞൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു ഓർണമെന്റ് പ്ലാന്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവയ്ക്കാൻ കഴിയുന്നവർ കൊണ്ടുവയ്ക്കാം. നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. കണ്ടമാനം കായും പൂവും ഫ്ലവറും ഉള്ള പ്ലാന്റുകൾ നിറയെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ ചെറിയ പ്ലാന്റിൽ എത്ര വരുന്നത്?
ഇതിന്റെയൊക്കെ ചെറിയ പ്ലാന്റുകൾക്ക് 300-350 റുപ്യ ഉള്ളൂ. യുവർഷ അഗ്രികൾച്ചർ ഫാമിന്റെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും സബുകളിലും ലഭ്യമാണ്. ഈ പ്ലാന്റിന് 350 റുപ്യ അല്ല, ഇതിന് 10,000 രൂപ 2,500 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു ഓർണമെന്റ് പ്ലാന്റ് ആയിട്ട് ഞങ്ങൾ കണക്കൂട്ടിയാൽ മതി. അല്ലാതെ ഇതിന്റെയൊക്കെ ഈ അത്രയും റിസ്കിയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്ന്, പുറത്തുനിന്ന് മീൻസ് കൽക്കത്തയിൽ അല്ലെങ്കിൽ ബാന്ദ്രന്നൊക്കെ കൊണ്ടുവരുന്ന പ്ലാന്റ് തന്നെയാണിത്. നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന ഇവിടെ വെച്ച് നാട്ടിൽ വെച്ച് ഇതൊന്ന് വീണ്ടും ഇലയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് വീണ്ടും ഒന്നേന്ന് ഇവിടെ ആയി വന്നതിന് ശേഷം കായ ഉണ്ടായ കായകളാണ് ഇതൊക്കെ ഈ കാണുന്നത്. സീഡ്ലെസ് ലെമണാണ്, നിറയെ കായോട് കൂടിയുള്ള സീഡ്ലെസ് ലെമൺ. നല്ല ഹെൽത്തി പ്ലാന്റ്. നമുക്ക് ഒരു കായ, അതായത് നല്ല മൂപ്പത്തിയത്, ഇതൊന്ന് ചെറിയ കായാണ്, ഇതൊന്നും മൂപ്പത്തില്ല. ഇതൊക്കെ ഒരു കായ മൂപ്പത്തി കഴിഞ്ഞാൽ 1-2 ഗ്ലാസ് വെള്ളം കലക്കാനൊക്കെ ഈ ഒരെണ്ണം മതിയാവും. അപ്പൊ നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ നമ്മൾ നാരങ്ങ, ചെറുനാരങ്ങയ്ക്കും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റാണ് സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞാൽ. കുരുവില്ല. സീഡ്ലെസ് ലെമൺ എന്ന് പറയുന്നത് തീർച്ചയായും കട്ട് ചെയ്ത് നോക്കിയാൽ കുരുവില്ലാത്ത തന്നെയാണ്. നമ്മൾ കേരളത്തിലെ യുവർഷ അഗ്രികൾച്ചർ ഫാമിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും മിനി സബുകളിലും ഒക്കെ ലഭ്യമായിട്ടുള്ള ഐറ്റാണ് ഈ ഒരു ഐറ്റം. തീർച്ചയായും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ ചെറിയ പ്ലാന്റ് നമ്മൾ അവൈലബിൾ ആണ്. ചെറിയ പ്ലാന്റുകൾ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. എന്ത് വിലക്കാ തുടങ്ങുന്നത്? ഇതൊക്കെ 100-150 റുപ്യക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 100 രൂപയിലൊക്കെ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ട് ഒരു കൊല്ലം 1.5 കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കും. അപ്പൊ ഈ കാണുന്ന ലോങ്ങൻ വൈറ്റ് ലോങ്ങനാണ്, നിറയെ ഫ്ലവറോട് കൂടിയുള്ള ലോങ്ങനാണ്. ഈ കാണുന്ന പുളിലൂവിയാണ്. പുളിലൂവി എന്ന് വെച്ചാൽ അഗാധമായ പുളിയുള്ള, നമുക്ക് തിന്നാൻ പുളിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല ഒരു മരമാണ് പുളിലൂവി എന്ന് പറഞ്ഞാൽ. നിറയെ കായ പിടിക്കും, കണ്ടമാനം കായ പിടിക്കും. ഇത് ലെയർ തൈ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എത്രയും കായ പിടിക്കാനുണ്ടായ കാരണം. തീർച്ചയായും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. യുവർഷ അഗ്രികൾച്ചർ ഫാമിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും സബുകളിലും ഇത് ലഭ്യമാണ്. അപ്പൊ ഈ കാണുന്നത് പേരയാണ്. ഇത് ദളിത് പേര എന്ന് പറഞ്ഞ ഐറ്റാണ്. ദളിത് പേരാണ് ഇതിന്റെ പേര്. അപ്പൊ ഈ പേരിൽ ഈ സാധനം നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാണ്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അടിയിലോട്ടൊന്ന് കാണിക്കും. നാട്ടിലെ ഓക്കെ, ഏകദേശം ആയതാണല്ലേ? ഏകദേശം ആയതാണ്. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി കളർ അല്ലേ? അടിപൊളി കളർ എന്ന് വെച്ചാല് നല്ല സൂപ്പർ കളർ. സ്മെല്ലിന്റെ അടിപൊളി, നല്ല സ്മെല്ലാ. ഒന്നെടുത്ത് കഴിച്ചു നോക്കിയേ. എന്റെ മൾബറിയുടെ കറ എന്റെ കയ്യിലുണ്ട് കേട്ടോ. ശരിക്കും നല്ല മധുരം ഉണ്ട് അല്ലേ? സത്യം പറഞ്ഞാൽ ദളിത് പേരയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും അറിയണം. കുഴപ്പമില്ലാത്ത നല്ല മധുരം, സൂപ്പർ ടേസ്റ്റ്. അതുമല്ല അതിന്റെ തൊലിക്കൊക്കെ വളരെ കട്ടി കുറവാണ്. കണ്ടോ? നൈസ് അല്ലേ? നൈസാ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേര ആയിട്ടാ. എന്റെ പേര് ലളിത് അല്ലേ? ലളിത് പേര, സൂപ്പർ പേര. ലളിത് പേര നമ്മൾ വെക്കേണ്ട ഒരു പേര തന്നെ കേട്ടോ. വീട്ടുമുറ്റത്ത് കൊണ്ട് വെക്കേണ്ട പേരാണ്. ഞാൻ ഇതിപ്പോ ആദ്യമായിട്ടായി കഴിക്കുന്ന പേര. അടിപൊളി ടേസ്റ്റ്. അപ്പൊ തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ യുവർഷ അഗ്രികൾച്ചർ ഫാമിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും സബുകളും ലഭ്യമാണ്. അപ്പൊ യുവകർഷക അഗ്രികൾച്ചർ ഫാമിന്റെ മിനി സബിലാണ്, ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാണ്, മിനി സബിലാണ്. തീർച്ചയായും ഇതുപോലെ നമുക്ക് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് സാമ്പത്തികപരമായിട്ട് ഒരു 3-3.5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ മിനി സബ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ യുവകർഷക അഗ്രികൾച്ചർ ഫാമിന്റെ മിനി സബുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ 95 44 500 500 എന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. മിനി സബ് കേരളത്തിൽ 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 101 മിനി സബുകൾ വരും. അതിൽ ഒന്നാമത്തെ മിനി സബാണിത്. നിലവിൽ 10-37 സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ ഏകദേശം വടകര വരെ ഞങ്ങൾക്ക് 10-37 സ്ഥാപനങ്ങളുണ്ട്. യുവകർഷക അഗ്രികൾച്ചർ ഫാമിന്റെ ബ്രാഞ്ച്, അതുപോലെ തന്നെ സബ്, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ഓഫീസ്, ഇതൊക്കെ ഉണ്ട്. മിനി സബ് തുടക്കമാണ്. മിനി സബ് 101 എണ്ണം ഉണ്ടാവും. അപ്പൊ ആ 101 എണ്ണം കേരളത്തിൽ ആർക്ക് വേണമെങ്കിലും താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും തുടങ്ങാവുന്നതാണ്. 3.5 ലക്ഷം രൂപയോളം നമുക്ക് ചിലവുണ്ട്. ആ രീതിക്ക് നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ ഒരു മാന്യമായ റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും സഹകരിച്ച് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നല്ല സബുകൾ, മിനി സബുകൾ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്.